അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ ടെമ്പിളിലെത്തി. അതായത് ഭോഗനന്ദീശ്വര ടെമ്പിൾ എന്നാണ് ഇതിൻ്റെ പേര്. അതിൻ്റെ കൂടെ തന്നെ അരുണാചലേശ്വര ടെമ്പിൾ എന്ന് ഇതിനെ പറയും. 2 മൂർത്തികളുണ്ട് ഇവിടെ. അത് രണ്ടും കൂടിയാണ് ഈ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠ. അപ്പോൾ ഇത് വളരെ അടുത്താണ്. നമ്മൾ നന്ദി ഹിൽസ് വരുമ്പോൾ ഒരു 7 കിലോമീറ്റർ മാത്രമേ നന്ദി ഹിൽസിനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നന്ദി ഹിൽസിൽ വരുന്ന എല്ലാവർക്കും വരാൻ പറ്റിയൊരു അമ്പലമാണ്. ഇവിടെ നല്ലൊരു പ്ലസൻ്റ് ഏരിയ ആണ്. അതുപോലെ തന്നെ വലിയ ഏരിയ ഈ ടെമ്പിളിൻ്റെ ഭാഗമായിട്ടുണ്ട്. അത് ചുറ്റിലും ഫുള്ള് എന്താ പറയുക, പാറകൾ കൊണ്ടുള്ള വോളാണ് കംപ്ലീറ്റ് ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗാർഡൻ കൈൻഡ് ഓഫ് തിങ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ രഥം കാണാം. പിന്നെ ഇവിടെ തന്നെ ഒരു കല്ലിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ടെമ്പിളിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് 2-3 ഭാഷകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, പിന്നെ കന്നഡ, അങ്ങനെ 2-3 ഭാഷകൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. അതുപോലെ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ടെമ്പിളിൻ്റെ ആർക്കിടെക്ചർ അടക്കം ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. വരച്ച് മീൻസ് ആ സ്റ്റീൽ, ഇരുമ്പ് എന്താ പറയുക, അതിലിങ്ങനെ പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിന് മുന്നേ ഒരു 2 വർഷം മുന്നേ ഇതേ ടെമ്പിളിൽ വന്നിട്ടുണ്ട്. പക്ഷേ അന്നേരമൊന്നും ഈ ടെമ്പിൾ ഇത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പം കൂടുതലായിട്ട് ഇവിടെ ആളുകൾ വരുന്നത് കാണാനുണ്ട്. അതുപോലെ ഒരു അത്യാവശ്യം ചെറിയൊരു തിരക്ക് എന്ന് പറയാം, അങ്ങനെയാളുണ്ട്. കാരണം മുന്നേ നമ്മൾ വന്ന സമയത്ത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുത്തെ മെയിൻ കാണാനുള്ളതെന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ എന്താ പറയുക, ഈ കരിങ്കല്ല് തീർത്ത കാര്യങ്ങളാണ് കംപ്ലീറ്റ് ഉള്ളത്. ഇവിടെയുള്ള വോളുകളായാലും അതുപോലെ തൂണുകളായാലും ഇരിക്കുന്നതും എല്ലാം ഫുള്ള് കരിങ്കല്ലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൽ പലതരം കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. പല ദേവതകളുടെ രൂപങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ കാണുന്ന അമ്പലത്തിൻ്റെ മേൽക്കൂര വരെ ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞ അതേപോലത്തെ കല്ലുകൾ കൊണ്ടാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് കയറി. ഇവിടെ വേറെ റെസ്ട്രിക്ഷൻ ഒന്നും പറയുന്നത് കണ്ടില്ല. അതായത് ഡ്രസ്സ് ഇന്നേതായിരിക്കണം, അതുപോലെ ഷർട്ട് ഊരണം, അങ്ങനെയുള്ള നിബന്ധനകളൊന്നുമില്ല. ഇതിൻ്റെ അകത്തൊരു കിണർ പോലെ ഒന്ന് കണ്ടു. പക്ഷെ അത് ആക്ച്വൽ കിണറല്ല, എന്തോ വേസ്റ്റ് വെള്ളമാണ് തോന്നുന്നു. മുന്നേയുള്ള കിണറായിരിക്കാം. അപ്പോൾ ഇവിടെ ഇപ്പം കുറച്ച് ജോലിക്കാരൊക്കെ ഉണ്ട്, എന്തോ പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ അടുത്തൊന്നും പോയിട്ട് ഫോട്ടോ എടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. മുന്നേ വന്നപ്പോൾ നമ്മൾ വളരെ അടുത്ത് പോയി തൊട്ട് നോക്കി, അതുപോലെ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. ഇനി ഈ അമ്പലവുമായി ബന്ധപ്പെട്ട വളരെ കുറച്ച് ചരിത്രപരമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. കർണാടക സ്റ്റേറ്റിലെ ചിക്ബലാപുര ഡിസ്ട്രിക്റ്റിലെ നന്ദി എന്ന വില്ലേജിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഈ അമ്പലം നിർമ്മിച്ചിട്ടുള്ളത് 8-ാം നൂറ്റാണ്ടിനും 9-ാം നൂറ്റാണ്ടിനിടയിലാണ്. അങ്ങനെയാണ് എല്ലാ രേഖകളിലും കാണിക്കുന്നത്. അതുപോലെ വൈവിധ്യമാർന്ന കൊത്തുപണികളും നിർമ്മാണ രീതിയും കൊണ്ടാണ് ഈ അമ്പലത്തെ മറ്റമ്പലങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. നരസിംഹ, വിഷ്ണു, ദുർഗ, ലക്ഷ്മി, സൂര്യ, അഗ്നി, ഇതുപോലുള്ള കാര്യങ്ങളാണ് ഈ അമ്പലത്തിലെ കൊത്തുപണികളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ ആണ് ഇപ്പോൾ അമ്പലത്തിൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. അതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നതും അവരാണ്. ഈ അമ്പലത്തിൽ കുറേ കല്യാണങ്ങൾ നടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്താ വെച്ചാൽ ഇന്ന് തന്നെ ഇവിടെ 2 കല്യാണമുണ്ട്. നമ്മൾ മുന്നേ വന്നപ്പോഴും ഇവിടെ കല്യാണങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കണ്ട കിണറല്ലാതെ മറ്റൊരു കിണറുണ്ട് ഈ അമ്പലത്തിൽ. ആ കിണറാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ കുറച്ച് സമയം അമ്പലത്തിലൊക്കെ ഇരുന്ന് നമ്മൾ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അങ്കിളുടെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അതിനുശേഷം നമ്മളിവിടെ അടുത്തുള്ളൊരു ഇവിടെ ഗാർഡനിൽ തന്നെയുള്ളൊരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിൻ്റെ അടുത്തേക്ക് പോയി അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അവിടെ ഒരു കാഴ്ച കണ്ടത്, ഒരാൾ ഡ്രോയിങ് ചെയ്യുന്നു. അതായത് ലൈവ് ഡ്രോയിങ്. നമ്മൾ ആരെങ്കിലും അവിടെ ഇരുന്നിട്ട് വരക്കാൻ പറഞ്ഞാൽ അവർ അപ്പം തന്നെ പറയുന്ന ആൾക്കാരുടെ ചിത്രം അയാൾ വരച്ച് തരുന്നുണ്ട്. സിംഗിളായിട്ടുള്ള ഒരാളെ വരക്കാൻ അയാൾ 200 റുപ്പീസാണ് പറയുന്നത്. അതുപോലെ 2 പേര് ഒരുമിച്ചിരുന്ന് വരക്കുന്നതാണെങ്കിൽ 300 റുപ്പീസാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും നമ്മളും വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് ഓരോ ഡ്രോയിങ് ഒക്കെ വരക്കാമെന്ന്. പക്ഷേ ഓൾറെഡി ഒരാൾ ഒരു കപ്പിള്, ഒരു ചേട്ടനും ചേച്ചീനെ വരച്ചുകൊണ്ടിരിക്കുന്നതാണ് അയാൾ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആദ്യം തന്നെ ഐശുവിന് വരക്കണമെന്ന് പറഞ്ഞു.
അപ്പോൾ ആദ്യം ഐശുവിനെ വരച്ചിട്ട് വേണം ഇനി നമ്മളെ രണ്ടാളെയും ഒരു പിക്ചർ വരക്കാൻ. അപ്പോൾ അങ്ങനെ ഐശുവിനെ വരച്ച് കഴിഞ്ഞു. അപ്പോൾ ചിത്രം കറക്റ്റായോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയുക. അപ്പോൾ ഇനി ഏതായാലും അടുത്തത് നമ്മളാണ്. അപ്പോൾ നമ്മൾ ഡ്രോയിങ്ങിന് വേണ്ടി നമ്മളവിടെ ഇരുന്നു. അയാളങ്ങനെ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാവും അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. വരച്ചത് മാറിപ്പോവോ എന്ന് ഉള്ള പേടി കൊണ്ടാവും ആളൊന്ന് ശ്വാസം വരെ വിടാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ ചിത്രം ഏകദേശം വരച്ച് തീരാനായി. അപ്പോൾ ഇനിയൊരു ഫൈനൽ ടച്ചിലാണ്. ഫൈനൽ ടച്ച് ഏകദേശം തീരാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഫോട്ടോ എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങൾ തന്നെ അഭിപ്രായം പറയുക. അപ്പോൾ എല്ലാവരോടും കൂടി നന്ദി ഹിൽസ് വരുമ്പം ഈ ഒരു സ്പോട്ട് ആരും മിസ്സാക്കണ്ട. അപ്പോൾ ഏതായാലും അങ്ങനെ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവാണ്. അപ്പോൾ ഇവിടുന്ന് ഇയാളുടെ കയ്യിൽ നിന്ന് ഈ ഫോട്ടോ വാങ്ങി നമ്മൾ നേരെ തിരിച്ച് ബാംഗ്ലൂരേക്ക് വിട്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.